എവർക്കും വിപിൻലാൽ ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറേ കാലമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം ഒരുപാട് തിരക്കിലായിപ്പോയി. അപ്പോൾ നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുനിത ദേവദാസിൻ്റെ ഒരു ജേർണലിസ്റ്റൊക്കെ പഠിച്ചൊരു വ്യക്തിയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് പറയുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്താ പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് അവലോകനങ്ങൾ അവരെ ചാനലിൽ നമ്മൾ കാണാനിടയായി. അപ്പോൾ ജൂൺ 4 എന്തായാലും അതിൻ്റെ സത്യാവസ്ഥകൾ പുറത്തറിയും. അപ്പോഴും അവർ ആ ചാനൽ അവിടെ വേണം, അതാണ് നമുക്ക് പറയാനുള്ളത്. ചാനൽ വേണമെന്നല്ല, ചാനലിൽ അവർ വന്നിരുന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരനായ ഞാൻ നോക്കിക്കാണുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ അവരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശകലനം ചെയ്തത് പലരെ കാര്യങ്ങളും എടുത്തിട്ടാണ് അവർ വിശകലനം ചെയ്യുന്നത്. അതേമാതിരി തന്നെ ഒന്നും കാണാതെ ഒരു സ്ഥാപനത്തിനെതിരെ പെയ്ഡായിട്ട് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പണം വാങ്ങിയിട്ട് അവർ ആ സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്ത് നോക്കി, പക്ഷെ നടന്നില്ല. അപ്പോൾ ഏതോ രാജ്യത്ത് ഇരുന്നിട്ട് ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വോട്ട് ചെയ്ത വ്യക്തിയാണ്, കൊടുവള്ളി നിയോജക മണ്ഡലത്തിലുള്ള ആളാണ്, വോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ എന്താണ് സ്പന്ദനം എന്നുള്ളത്. കേരളത്തിലത്തെ പോട്ടെ, കേരളത്തിൽ ഞാൻ പറയുന്നത് ഒരു 2 സീറ്റിനെങ്കിലും BJP നേടുന്നുള്ള ആ ഒരു കാൽക്കുലേഷനിലാണ് എൻ്റെ ഒരു രീതിയിൽ ഞാൻ കാണുന്നത്. അതേമാതിരി തന്നെ ഇന്ത്യയിൽ അവർ പറഞ്ഞ 400-400 പ്രാവശ്യം കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ എങ്കിലും പറയാൻ പറ്റില്ല കേട്ടോ, ചിലപ്പോൾ അതും ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ എന്തായാലും ഒരു 307 സീറ്റ്, 300ൻ്റെ മുകളിൽ എന്തായാലും ഒരു സീറ്റ് പ്രതീക്ഷിക്കുക. വീണ്ടും മോദി സർക്കാർ തന്നെ അധികാരത്തിൽ വരാനാണ് 100% സാധ്യതയുള്ളത്. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുനിത ദേവദാസൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇന്ത്യ മുന്നണിയെ ഇന്ത്യയിലെ ഭരണകർത്താക്കളാക്കിയിട്ടുണ്ട്, രാഹുൽ ഗാന്ധിനെ പ്രധാനമന്ത്രിയാക്കിയിട്ടുണ്ട്. ഇന്ത്യ മുന്നണി വന്നാൽ തന്നെ, ഈ ഒരു അവിയൽ സംഘടന വന്നാൽ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തല്ലുകൂടലായിരിക്കും ആദ്യം ഉണ്ടാവുക. രാഹുൽ ഗാന്ധി എന്നല്ല, ഈ പ്രധാനമന്ത്രി സ്ഥാനത്തെ കസാരയിലിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥാനത്തേക്ക് ഒരുപാട് ആൾക്കാരുടെ ഉന്തും തള്ളും ചവിട്ടും കുത്തുമൊക്കെ ആയിരിക്കും നമ്മൾ കാണാൻ ഇടയുണ്ടാവുക. അപ്പോൾ ഈ സുനിത ദേവദാസിനോടൊക്കെ പറയാനുള്ളത്, അത്യാവശ്യം വിലയിരുത്തി കാര്യങ്ങൾ കാര്യഗൗരവത്തോടെ പറയണം, അല്ലാതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആര് പറയുന്നു, എന്താ പറഞ്ഞിട്ട് ഒരാളെ എങ്ങനെ ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഏത് രീതിയിൽ ചവിട്ടിത്താഴ്ത്താന്നാണ് ഇവർ ശ്രമിച്ചുകൊണ്ട് കേരളത്തിലുള്ള കൂടുതൽ ആൾക്കാർ നമ്മൾ പല ഹാൻഡിലും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം സിനിമാ രംഗത്തുള്ള പ്രമുഖരെ തന്നെ എത്രത്തോളം ഉണ്ണിമുകുന്ദൻ്റെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അവർ ചവിട്ടിത്താത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അതേപോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ ചില സ്ഥലത്ത് ചില ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആയാലും ശരി, എന്തായാലും ശരി, അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ എന്തെങ്കിലും വിളിച്ചു പറയുക. എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇവരെ ചാനൽ സക്സസ്ഫുൾ ആവുകയും ചെയ്യും. ഇവർക്ക് സാമ്പത്തിക ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടിട്ടുള്ള അവലോകനങ്ങളാണ് ഇവരൊക്കെ നടത്തുന്നത്. അതേമാതിരി തന്നെ കേരളത്തിലെ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ പ്രമുഖ ന്യൂസ് ചാനലും പറഞ്ഞിട്ടുള്ളത് നമുക്ക് അറിയാം. കൂടുതൽ റിപ്പോർട്ടറിലെ സുജയ മാത്രമേ ഉള്ളൂ, എൻ്റെ മനസ്സിൽ എൻ്റെ കണക്ക് കൂട്ടലിൽ സുജയ മാത്രമേ ഉള്ളൂ കാര്യങ്ങളോട് ആ രീതിയിൽ അവതരിപ്പിക്കുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ. അതാ ബാക്കിയുള്ള മാധ്യമ പ്രവർത്തകർക്കൊക്കെ ജൂൺ 4 എന്തായാലും മുണ്ടിട്ട് മുഖം മൂടിയിട്ട് നടക്കാൻ പറ്റുന്നുള്ള സ്ഥിതിയായിരിക്കും നമുക്ക് കാണാം. അതാണ് ഒരുപാട് ദിവസമായി ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയതും. എന്തായാലും ഒരു 3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. എന്തായാലും 3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ഈ കാര്യങ്ങൾ. അന്നേരം എന്ത് രീതിയിലുള്ളൊരു അവലോകനമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ എന്താണ് സുനിത ദേവദാസൊക്കെ മുതുകാടിൻ്റെ കാര്യത്തിൽ വന്നിട്ട് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. എന്താണ് അത്രയും രീതിയിൽ ഒരുപാട് അമ്മമാരുടെ കണ്ണീരൊപ്പിയ
എന്താ പറഞ്ഞാൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് യാതൊരു പൈസയും കൊടുക്കാണ്ട് അങ്ങോട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് അവിടെ പഠിച്ച് അവരെ കലാമൂല്യവും അവരുടെ ഓരോ കാര്യങ്ങളും വ്യക്തിത്വ വികാസം എല്ലാ കാര്യങ്ങളും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥാപനത്തിന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ആദ്യം തന്നെ ശ്രമിച്ചത്. അങ്ങനെയാണ് അവർ ശ്രദ്ധേയമാവുന്നത്. ഞാൻ അങ്ങനെയാണ് കേട്ടോ കാണുന്നത്. ആ രീതിയിൽ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവർ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ജയിക്കാൻ പോകുന്നേരം ഇത്രത്തോളം സീറ്റ് കിട്ടുന്നേരം EVM-ൻ്റെതും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവരൊക്കെ വരിക. തീർച്ചയായിട്ടും ഇവരൊക്കെ വരിക. അന്നേരം കൂടുതൽ ആൾക്കാർ കാണാനുണ്ടാവും, ഒരുപാട് കമൻറ്റുകൾ, ഒരുപാട് ലൈക്ക്, ഇതൊക്കെ കിട്ടാനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കൈയടിക്കായിരിക്കും നിങ്ങളെ കേട്ടിട്ട്. പക്ഷേ അല്ലാതെ ഇവിടെ ഒന്നും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ EVM മറ്റുള്ള കാര്യങ്ങൾ, EVM-ൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഇവിടുത്തെ ജനാധിപത്യത്തെ തകർക്കാൻ നിങ്ങൾ അപ്പൂപ്പന്മാർ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് സാധിക്കൂല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സുനിതാ ദേവദാസൊക്കെ വേറെ ഏതോ രാജ്യത്തു നിന്ന് അവിടുത്തെ പണം പറ്റിയിട്ട് ഇവിടെയുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വന്നിട്ടുണ്ടെങ്കിലൊന്നും ആ തെറ്റിദ്ധാരണയൊക്കെ കുറഞ്ഞ കാലം മാത്രമേ നിൽക്കൂന്ന് ഒന്നും കൂടി പറഞ്ഞിട്ട് നിർത്തട്ടെ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി ദിവസത്തിൽ ഓരോ വീഡിയോ ചെയ്യണമെന്നുണ്ട്. നോക്കാം, നമുക്ക് എന്തായാലും ജൂൺ 4-ാം തീയതി നമുക്ക് കാണാമല്ലോ. അപ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് ചിത്രങ്ങൾ വ്യക്തമാവും. അപ്പോൾ ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.